ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയുടെ ലെവൽസൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം. നിഫ്റ്റിയിൽ 23,132 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അത് ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ മുകളിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അതല്ല 23,258 ആദ്യം പോയി ടാപ്പ് ചെയ്യുന്നെങ്കിൽ താഴേക്കായിരിക്കും നോക്കുക. ഇതിലേതാണ് ടച്ച് ചെയ്താൽ അതിനനുസരിച്ചായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. നിഫ്റ്റിയുടെ ലെവൽസ് ഈ ഒരു രീതിയിലേക്കുള്ള അതിൻ്റെ തൊട്ട് മുകളിലും നിഫ്റ്റിയിൽ 23,132 തൊട്ട് മുകളിലും ഉണ്ട്. അപ്പോൾ തൊട്ടടുത്തതിനെ കൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിൽക്കുന്നത്. 50,979 മുകളിലാണ് മാർക്കറ്റ് പോയിട്ട് താഴേക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇപ്പം ഇനീഷ്യലി ഉണ്ടാവുക. അതുപോലെ ഡൗൺ സൈഡ് 50,576 പക്ഷേ നമുക്ക് എന്താണ് ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ചാൻസ് കിട്ടണമെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടെ മുകളിലേക്ക് ലിക്വിഡിറ്റി ഏരിയകൾ ക്രിയേറ്റ് ചെയ്യണം 1 മിനിറ്റിൽ, എന്നാലേ നമുക്ക് എൻട്രി ചാൻസ് ഇട്ടുള്ളൂ. താഴേക്ക് എൻട്രി കിട്ടിയില്ല. ടാർജറ്റ് ലെവൽ അത്യാവശ്യം ഉണ്ട്. മുകളിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ 50,756 വരെയൊക്കെ ടാർജറ്റ് വെക്കുക വേണമെങ്കിൽ. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ പറയാം. സമയം 9:44 നമുക്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ എൻട്രി ഏരിയകളൊക്കെ നമുക്ക് നോക്കാം. അവിടെ 23,300 പുട്ട് ഓപ്ഷൻ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ട്രേഡ് എടുക്കാം. ഓക്കെ, 23,300 ചാർട്ട് നോക്കാം. ഇല്ല, ചാർട്ട് ഇതിൽ കിട്ടും, ഫ്ലാറ്റ് ട്രേഡിൽ കിട്ടൂല. നമുക്ക് അപ് സ്റ്റോക്സിൽ നോക്കുകയാണെങ്കിൽ ചാർട്ട് എൻട്രി ഏരിയ ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ട്രേഡ്. ഞാൻ രാവിലെ മാർക്ക് ചെയ്ത് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. ഓക്കെ, ചെറിയ SL 6 പോയിൻ്റ് SL അത്യാവശ്യം 1:5 അപ്പോൾ ടാർജറ്റ് നമുക്ക് വെക്കാം. 1:5 അല്ല, ഈ ടാർജറ്റ് ഏരിയ എത്തുകയാണെങ്കിൽ ഒരു ഭയങ്കര പോയിന്റ് ഉണ്ടാവും. 122 പോയിന്റ് ഉണ്ടാവും. സുഖമായിട്ട് 1:10 അബോവൊക്കെ കിട്ടും. നോക്കാം. നമുക്ക് എൻട്രി തരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന് മാർക്കറ്റ് മുകളിലേക്ക് വരട്ടെ. പക്ഷെ നല്ല ഡൗൺ ഫോളാണ് വരുന്നത് അല്ലേ. 23,300 ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട് ഒരു ചാൻസ് ഏരിയ. ബാങ്ക് നിഫ്റ്റി രാവിലെ എൻട്രി തരാതെ പിന്നീട് എൻട്രി. സമയം 9:57 ആയിട്ടോ. നേരത്തെ നമ്മൾ എൻട്രി നോക്കിയിരുന്ന സാധനം കിട്ടാതെ 1:10 വരെ പറന്നുപോയി. പക്ഷെ നമുക്ക് എൻട്രി തന്നില്ല, ഭയങ്കര ഇതാണ്. പക്ഷെ ഇനിയിപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എൻട്രി എടുക്കുന്നത് റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. റിസ്ക് അല്ല, മീൻസ് വേണ്ട എന്നാണ് തോന്നുന്നത്. കാരണം ഓൾറെഡി ആ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ല മൊമെൻറ്റം വന്നതാണ്. നമുക്ക് ഈ ആ പ്രീമിയത്തിൻ്റെ സ്ട്രൈക്കിൻ്റെ ഇതൊന്നും നോക്കാം. നമുക്ക് ചാർട്ടും നോക്കി നോക്കാം. അപ്പോൾ അതിലെത്ര മൊമെൻറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 105 ഇപ്പോൾ ഉള്ളത്. നമ്മൾ ആ എൻട്രി നോക്കി നിന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ 90 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും എൻട്രി കിട്ടേണ്ടത്. 90 ആയിരിക്കും കിട്ടുക. അതിനുശേഷം 150 വരെ പോയിട്ടുണ്ട്. 1:10 വരെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും തിരിച്ചവിടെ എത്തുമ്പോൾ നോക്കണ്ട. സമയം 10:21 സമയം. നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ. ഒരു ട്രെൻഡ് ലൈൻ ഇന്ന് മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് പോയ മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഈ ഒരു ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ ഡൗൺ സൈഡ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ ട്രാപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം. ഞാൻ ചാൻസ് വരുമ്പോൾ പറയാം. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ആളുകൾ അപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഡൗൺ സൈഡിലേക്കൊക്കെ ഒരു ട്രേഡ് നോക്കാം ചെറുതായിട്ട്. ഓക്കെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ല, അതിൻ്റെ തൊട്ട് മുകളിൽ ഞാൻ പറഞ്ഞില്ല, രാവിലെ നമ്മൾ മിസ്സായ ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ തൊട്ട് മുകളിൽ. പക്ഷേ ആ ഏരിയയിൽ എടുക്കേണ്ടെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഇപ്പം പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തതിനെ കൊണ്ടാണ് ഞാനൊന്ന് നോക്കുന്നത്. ഓൾമോസ്റ്റ് 100ൻ്റെ താഴെയൊക്കെ വരും നമുക്ക് എൻട്രി തരാമെന്നെങ്കിൽ എനിക്ക് തോന്നുന്നു. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:28 നമുക്ക് ഒരു എൻട്രി താഴേക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമ്മുടെ എൻട്രി സെറ്റപ്പ് അല്ല, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പ് അല്ല, ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് സെറ്റപ്പിലുള്ളൊരു എൻട്രിയാണ്. അതുകൊണ്ട് സ്കാൽപ്പിംഗ് ടൈപ്പ് ഓഫ് ട്രേഡ് ആയിരിക്കും ഞാൻ നോക്കാം. ഓരോ 10 പോയിന്റ് പോകുമ്പോഴും അങ്ങനെ ട്രെയിൽ ചെയ്ത് പോകുന്ന രീതിയായിരിക്കും നോക്കുക. ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. നമുക്ക് എൻട്രി കിട്ടിയത് 92 ഓക്കെ, ചെറിയ ലോസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് മുതൽ ഞാൻ പറഞ്ഞ ഒരു പുതിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് ഏപ്രിൽ മുതൽ ക്വാണ്ടിറ്റി ഒന്ന് കൂടി. ഞാൻ പറഞ്ഞില്ലേ, പ്രോഫിറ്റബിൾ ആയിട്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഓരോ 2 ലോട്ട് വെച്ച് കൂട്ടുന്ന പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ 5 ലോട്ടാണ് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ അത് 7 ലോട്ടിലാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ സ്റ്റോപ്പ് ലോസിൻ്റെ എമൗണ്ടും കൂടും, ടാർജറ്റിൻ്റെ എമൗണ്ടും കൂടും.
ഓക്കെ, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, അപ്പ് സൈഡ് നേരത്തെ എൻട്രി വരാതെ ആ ഒരു ഏരിയയാണ് ഇപ്പോൾ ഇത്. പക്ഷേ ഞാനതൊരു പ്രൈസ് ആക്ഷൻ ട്രാപ്പാണ്, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ തന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ആണ് എടുത്തത്. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നോക്കാം, ഒരു സിംഗിൾ ലോഡ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. 10 പോയിന്റ്സ് മൂവ് ചെയ്താൽ ട്രെയിൽ ചെയ്യുക. ഇനി അതല്ല നേരെ പോയിട്ട് SL അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് അവിടെ കഴിയും. പിന്നെ സെക്കൻഡ് ട്രേഡിൽ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടി വരും. ഓക്കെ, അതാണ് പ്ലാൻ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:35 നമ്മുടെ സ്റ്റോപ്പ് ലോസ് 8 ആയിട്ടുണ്ട്. അതായത് നമ്മൾ കോസ്റ്റ് പ്രൈസ് ഉണ്ടല്ലോ 92 എടുത്ത് 93 എക്സിറ്റ്, അതായത് ഓൾമോസ്റ്റ് 10 പോയിന്റ്സിലധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിൽ ചെയ്ത് കൊടുത്ത കോസ്റ്റ് വാഷ്. പക്ഷേ സിംഗ്ലോ ഒന്നും ടാപ്പ് ചെയ്തില്ല കേട്ടോ. ഇപ്പോൾ ഒരു സിംഗ്ലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഇറങ്ങിയൊക്കെ ആയിരുന്നു. ഈസിയായിട്ട് 1:3 4 കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എടുത്തിട്ടില്ല മാർക്കറ്റ് സ്റ്റിൽ അവർ. അതുപോലെ ഞാൻ 51,500 എന്നുള്ള കറക്റ്റ് എക്സാക്ട് 490 റിജക്റ്റ് ആയത് ഫ്യൂച്ചർ ചാർട്ടൊക്കെ ബാങ്ക്. അപ്പോൾ അതൊക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുകളിൽ പോയിട്ട് അത് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ താഴേക്ക് വരിക മാർക്കറ്റ്. അങ്ങനെയൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്കിനി നല്ല ചാൻസ് വരാണ് മാത്രം എടുക്കാൻ എൻട്രി. ഓക്കെ, വരട്ടെ. മാർക്കറ്റ് ഒന്ന് എന്നാ പറഞ്ഞത് കറക്റ്റാണ്. 51,490 റിജക്റ്റ് ആയ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഡേ ഹൈൻ്റെ തൊട്ടടുത്താണ് നിഫ്റ്റിയും. അപ്പോൾ നമുക്കൊന്ന് നല്ല ചാൻസ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കാം. നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:59 ആയിട്ടുണ്ട്. നമുക്ക് താഴേക്കൊരു എൻട്രി നോക്കാം, ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി നോക്കാം. കാരണം ഇന്ന് നിഫ്റ്റി എഗെയിൻ ഡേ ഹൈ എടുത്തിട്ടുണ്ട്. പിന്നെ പോയി ഡേ ഹൈ എടുത്തിട്ടുണ്ട്. ഡേ ഹൈ എടുത്തതിന് ശേഷം ഡേ ഹൈൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും. കാരണം മാർക്കറ്റ് രാവിലെ തന്നെ നല്ല ഫാളോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അതിൻ്റെ മുകളിൽ, അതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഡേ ഹൈ എടുത്തിട്ട് ഒരു അഗ്രസീവ് എൻട്രി നമുക്ക് നോക്കാം. 23,300 പുട്ട് ഓപ്ഷനാണ് ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക്. ഓക്കെ, അതുപോലെ ബാങ്ക് നിഫ്റ്റി നമ്മൾ 51,500 മുകളിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ 51,530 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം എൻട്രി നിഫ്റ്റിയിൽ. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി 51,500 കറക്റ്റ് റിജക്റ്റ്. ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 72-നാണ്, 72-നാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് ആ സെയിം സ്ട്രൈക്കിൽ തന്നെ. അതുകൊണ്ടാണ് പ്രീമിയം കുറച്ച് ആവറേജൊക്കെ ആയിട്ട് കാണിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു 1:5 എടുക്കുക, അല്ലെങ്കിൽ ആ റേഞ്ചിൽ നോക്കാം. നമുക്ക് 1:5 റേഞ്ചിൽ ടാർഗറ്റ് വെക്കുക, അല്ലെങ്കിൽ അതിനുശേഷം ട്രെയിൽ ചെയ്യുക, എന്തും ചെയ്യാം. ഇനി അതല്ല SL ആണെങ്കിൽ നമുക്ക് 6 പോയിന്റ് ആയിരിക്കും SL. നമുക്ക് 72-നാണ് എൻട്രി കിട്ടിയത്. മിക്കവാറും നമ്മുടെ SL എന്ന് പറയാം 66 റേഞ്ചിലൊക്കെ ആയിരിക്കും SL വരിക. ഓക്കെ, ചെറിയൊരു പ്രോഫിറ്റിലാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആട്ടോ. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആയിരുന്നു ഇന്ന് രാവിലെ 51,490 കറക്റ്റ് റിജക്റ്റ് ആയി താഴേക്ക് വന്നത്. അതിപ്പോൾ 51,500 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ രാവിലെ നല്ല ഫാള് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ ലെവലിൻ്റെ മുകളിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ബേസിലാണ് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ രാവിലെ മാർക്ക് ചെയ്ത ഏരിയ നമുക്ക് ഇനീഷ്യലി തന്നെ മാർക്കറ്റിൽ എൻട്രി തന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ നല്ല എൻട്രി കിട്ടിയിരുന്നു. പക്ഷേ മാർക്കറ്റ് സ്ട്രൈറ്റ് ഫാളോ വന്നതുകൊണ്ട് അവിടെ നമുക്ക് എൻട്രി കിട്ടിയില്ല. വീണ്ടും പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ഞാൻ ഇന്ന് ട്രേഡ് എടുത്തത്. രാവിലത്തെ ഏരിയ അല്ല, പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ എന്നാണ് ഇന്ന് ട്രേഡ് എടുത്തത്. നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 11:17 ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു സിംഗ്ലോ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. എക്സിറ്റ് ചെയ്യാതെ തൽക്കാലം 10,000 റേഞ്ച് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ എൻട്രി എടുത്ത സമയത്ത് ഒരു ലിക്വിഡിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ഒരു ക്യാൻഡലിൻ്റെ എന്താ പറയുക പുതിയൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. നമ്മൾ എക്സിറ്റ് ആയത് 90-ലാണ്. ഓക്കെ, 97 കഴിഞ്ഞപ്പോൾ പ്രീമിയം കുഴപ്പമില്ല. നമ്മൾ ഏതായാലും നിയർലി 20 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓൾമോസ്റ്റ് ഇപ്പോൾ 30 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിലായി മാർക്കറ്റിൽ. 100, 101 ഓക്കെ 1:5 വരെ പോയിട്ടുണ്ട്. ഞാൻ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ വിചാരിച്ച് തിരിച്ച് റിവേഴ്സ് ചെയ്തിട്ട് വീണ്ടും ഹൈ എടുത്തിട്ടായിരിക്കും താഴെ വരിക എന്നുള്ളത്. പക്ഷേ ചിലപ്പോൾ നേരെ പോയിട്ട് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1:5 മിസ്സാവും ചെയ്യും. വേറെ 1:10 1:5 ആണെങ്കിൽ ഓക്കെ. ഞാൻ വിചാരിച്ചു വീണ്ടും മാർക്കറ്റ് തിരിച്ച് 23,300 റേഞ്ചിലൊക്കെ വന്നിട്ടായിരിക്കും ഇനി താഴെ പോകുക എന്നുള്ള വ്യൂവിലാണ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇറങ്ങിയത്. പ്രോപ്പർ റീസൺ ഉണ്ട്. എൻട്രി എടുത്ത സമയത്ത് അതില്ലായിരുന്നു. അത് വീണ്ടും ഇന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ്
ഏതായാലും നോക്കാം. ഇനിയിപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാർക്കറ്റ് നല്ല ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:22 മാർക്കറ്റിൽ നമുക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഏരിയ ഉണ്ട്. അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയ ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഒരു താഴേക്കുള്ള ട്രേഡ് നോക്കാം. ഇത് നിഫ്റ്റി അല്ല, ബാങ്കാണ്. ഒരു 20 പോയിൻറ്റ്സ് SL, പക്ഷേ ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് കുറവാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു 1:4 ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അത്യാവശ്യം ഉണ്ട് അവിടെ നിന്ന് ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഏകദേശം 153 പോയിന്റ് റേഞ്ചിലുണ്ട്. ആ ഒരു എൻട്രി മാർക്കറ്റ് അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് വരുന്നത് നമുക്ക് വാച്ചിൽ മീൻസ് എന്താ ചെയ്യാം, നമ്മുടെ പ്രീമിയം റെഡിയാക്കി വെക്കാം. 51,300 പുട്ട് ഓപ്ഷൻ. എന്തെങ്കിലും ചാർട്ട് കാണില്ല. 150 ക്വാണ്ടിറ്റി ആട്ടോ ബാങ്ക് ചെയ്യുന്നത്. ഇതുവരെ 120 ആയിരുന്നു. ഏതായാലും 640 താഴെ ആയിരിക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആണ്. റെഡി നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. കുറച്ചും കൂടെ എന്താ പറയുക, ഒരു 10 പോയിന്റ് കൂടെ മുകളിൽ പോയാൽ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ബാങ്ക് നിഫ്റ്റി 253 ആയിട്ടുണ്ട്. 267 മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി നോക്കാം. നമുക്ക് ഇതിൽ നോക്കാം. സ്റ്റോക്സിൻ്റെ ചാർട്ട് നോക്കാം. ആകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കാണാൻ തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ഇപ്പോൾ 260-50 സംതിങ് ആയിട്ടുണ്ട്. 254 ആയിട്ടുണ്ട്. ഒരു 10 പോയിന്റ് കൂടെ മുകളിൽ പോയാൽ നമുക്ക് എൻട്രി ഏരിയയിലേക്ക് എത്തും. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഈ ഫ്യൂച്ചർ 51,500 മുകളിലാണ് ഇപ്പോൾ. അപ്പോൾ 51,500 മുകളിൽ ലിക്വിഡിറ്റി ആവാൻ ചാൻസ് ഉണ്ട്. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യുക, ടോപ്പിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ സെല്ല് ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റ് കുറേ നേരമല്ലേ ബുള്ളിഷായി പോകുന്നു, ഇനി താഴേക്ക് വരും എന്ന് പ്ലാൻ ചെയ്ത ആളുകളൊക്കെ പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, ഒരു ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിലൊക്കെ ബ്രേക്ക് ചെയ്ത സമയത്ത് താഴേക്ക് പുട്ട് ഓപ്ഷൻ എടുത്ത ആളുകളുടെയൊക്കെ SL വീണ്ടും ഒരു ഹൈയിൻ്റെ മുകളിലാവാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഏരിയയിൽ എത്തുമ്പോൾ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങോട്ട് വരണം, അങ്ങോട്ട് വന്നാലേ നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. എന്നാലേ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ച ഒരു ഏരിയ ലിക്വിഡിറ്റി ഏരിയ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവിടുന്ന് എപ്പോഴാണ് മൂവ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാക്സിമം SL കുറച്ചിട്ടുള്ളൊരു എൻട്രി സെറ്റപ്പാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് തന്നെ എപ്പോഴും SL അടിക്കാറുണ്ട് കേട്ടോ, എന്നല്ല ഒരുപാട് SL അടിക്കാറുണ്ട്. നമ്പർ ഓഫ് ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ കൂടുതൽ SL തന്നെ ആയിരിക്കും. കാരണം വലിയ റിസ്ക് റിവാർഡ് ആയതിനെക്കൊണ്ട്. ഓക്കെ, മാർക്കറ്റ് ആ രീതിയിൽ എത്തിയില്ല, വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങി. ഏതായാലും ഞാൻ ചാൻസ് വരികയാണ് പറയേണ്ടത്. സമയം 12:29 ആയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഈ ഒരു ഏരിയ നോക്കാം. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് ഉണ്ട്, ഒരു പുട്ട് ഓപ്ഷനും കൂടെ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഈ ഒരു സിംഗ്ലോ ഏരിയയിലേക്ക് തന്നെ ടാർഗറ്റ് വെച്ചാൽ പോലും അത്യാവശ്യം 1:, ഇവിടെ വെച്ചാൽ 1:10 റേഞ്ചിലൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു സിംഗ്ലോയിലാണെങ്കിൽ അവിടെ വെച്ചാലും 1:5 ഒക്കെ സുഖമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കാം, നമുക്ക് ചാൻസ് വരട്ടെ, എൻട്രി വരട്ടെ. ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി വന്നിട്ടില്ല കേട്ടോ. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കി എന്നാൽ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടില്ല. 230 ഒക്കെ ആയിട്ടുണ്ട്. 260 റേഞ്ചിലെത്തണം. നോക്കാം നിഫ്റ്റിയിലേക്ക് എൻട്രി വരുമോ നോക്കാം. നിഫ്റ്റി കുറച്ചും കൂടെ മുകളിലേക്ക് പോകണം. 23,300 മുകളിലേക്ക് പോയ എൻട്രി ഉണ്ട്. സമയം 12:31 ആയിട്ടുണ്ട്. നമ്മുടെ എൻട്രി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ എൻട്രി അടിച്ച് വെയിറ്റ് ചെയ്യേണ്ടത്. 72 എൻട്രി വെച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട് അല്ലേ. 23,290 ഒക്കെ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഒരു 8 പോയിന്റ് 9 പോയിന്റ് മുകളിലേക്ക് പോട്ടെ, വെയിറ്റ് ചെയ്യാം. അതുപോലെ ബാങ്ക് നിഫ്റ്റി 51,250 റേഞ്ചിലെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 5 മിനിറ്റ്സ് DX എന്തോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 51,266 റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള എൻട്രി ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ ടാർഗറ്റിൻ്റെ ലെവൽ കുറവായിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഓക്കെ. പ്രീമിയം കുറയുന്നുണ്ട്. 93, ഇനിയും പോകാണ്ട് ഒരു 5-8 പോയിന്റും കൂടെ. 94. ഏതായാലും എൻട്രി വരട്ടെ, വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:58. ബാങ്ക് നിഫ്റ്റിയൊക്കെ ടാർഗറ്റ് അടിച്ച് ആ ട്രേഡ്. നമ്മൾ ആ ഒരു എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടി ഒരു 10 പോയിന്റ് കൂടി വന്നിരുന്നെങ്കിൽ നമുക്ക് എൻട്രി കിട്ടിയിരുന്നു. പക്ഷെ അത് തന്നിട്ടില്ല. ഒരു അത്യാവശ്യം 150 പോയിന്റ് റേഞ്ച് ഉണ്ടായിരുന്നു. നിഫ്റ്റിയിലാണെങ്കിൽ നിഫ്റ്റിയിൽ 23,300 ഒരു 297 വരെ പോയി, 300 എത്തിയിട്ടില്ല. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും കിട്ടിയിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് അതും 1:5 റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അത് എത്തിയെന്ന് അറിയില്ല. ഏതായാലും സിംഗ്ലോ എത്തിയിട്ടുണ്ട് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. നമുക്ക് ഇനി അപ്പ് സൈഡിലേക്കായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ ചാൻസ് ഉണ്ടാവുക ട്രേഡ്.
ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പം താഴേക്ക് നോക്കുന്നത് സേഫ് അല്ല, അപ്പ് സൈഡിലേക്ക് നോക്കാം, അതായിരിക്കും നന്നാവുക. എല്ലാം ഒന്നും എൻട്രി ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കാനല്ലാതെ ഒറ്റൊന്നും തരാതെ പോകാം. നിഫ്റ്റിയിൽ നോക്കി ബാങ്കിൽ നോക്കി രണ്ടും കിട്ടിയില്ല. ഇനി അതായത് മുകളിലേക്ക് നോക്കാം. നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി സ്റ്റാപ്പ് ചെയ്ത സ്ഥിതിക്ക് ഇന്നത്തെ ഡേ ഹൈ ടാർജറ്റ് വെക്കുന്ന രീതിയിലോ അല്ലെ. പക്ഷേ തൊട്ട മുകളിൽ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ഉണ്ട് ബാങ്കിൽ. അതാണിപ്പം എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. നോക്കാം. പക്ഷേ 1:5 ഒന്നും ഉണ്ടാവില്ല അതൊക്കെ വെക്കുകയാണെങ്കിൽ ടാർജറ്റ്. അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ എത്തുമ്പം കോസ്റ്റ് പ്രൈസിലേക്കൊക്കെ വെക്കേണ്ടി വരും. പ്രീമിയം 71 95 വരെ പോയിട്ടുള്ളൂ കേട്ടോ. നിഫ്റ്റി 1:5 ഒന്നും എത്തിയിട്ടില്ല. അത്രയും മൂവ് ചെയ്തെന്നുള്ളൂ, പക്ഷേ 1:5 എത്തിയില്ല. ഏതായാലും നോക്കാം, നമുക്ക് ബാങ്കിൽ ഒരു അപ്സൈഡ് എൻട്രി നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:04 ആയിട്ടുണ്ട്. നമുക്ക് ബാങ്ക് നമ്മൾ അപ്സൈഡ് എൻട്രി എന്ന് പറഞ്ഞ ഏരിയയിൽ നന്നായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ എൻട്രിയും തന്നിട്ടില്ല. നമുക്ക് ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് തൽക്കാലം ഒരു എന്താ പറയുക സ്കാൽപ്പിംഗ് പോലെ ചെയ്യാം. കാരണം ടാർജറ്റിലേക്ക് വലിയ പോയിന്റ് ഇല്ല. ഒന്നെങ്കിൽ ഡേ ഹൈ അല്ലെങ്കിൽ തൊട്ട മുകളിലുള്ള ഐഡിയസിലേക്ക് 90 പോയിന്റ് ഉള്ളൂ. ഒരു 1:2 അല്ലെങ്കിൽ 3 റേഞ്ചിൽ മാക്സിമം കിട്ടുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താ പറയുക 51,200 കോൾ ഓപ്ഷൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതിലൊരു ട്രൈ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞ പോലെ 856 ഉണ്ട് ഇപ്പോൾ പ്രീമിയം അല്ലേ. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് 860 മിക്കവാറും 840 850 താഴേക്ക് വന്നാലേ നമുക്ക് എൻട്രി ഏരിയ എത്തുള്ളൂ. പക്ഷേ താഴെ വരണം. 150 ക്വാണ്ടിറ്റി, സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ്, ടാർജറ്റ് ഒരു 40 പോയിൻറ്റ്സ് ഒക്കെ കിട്ടും. ഈ ടാർജറ്റ് അടിക്കാനാണ് 40 അല്ലെങ്കിൽ 50 മാക്സിമം. നിഫ്റ്റി ഇതാ പറഞ്ഞ പോലെ ആ സിംഗിൾ എടുത്തിട്ട് എന്താ പോകണ പോക്ക്. 1:5 നിഫ്റ്റിയിൽ ആയില്ല ട്രേഡ് ടാർജറ്റ്. ഇന്ന് മൊത്തത്തിൽ എന്താ പറയുക മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു സൈഡ് വേസ് മൂവ്മെൻറ്റ് പോലെ തോന്നും. ഒരു 1.5 മാർക്കറ്റിൽ എപ്പോഴും പൈസ ഏറ്റവും കൂടുതൽ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഏറ്റവും ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സുഖം ചെയ്യാൻ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഡൗൺ ട്രെൻഡിലേക്കോ അല്ലെങ്കിൽ ഒരു ഫാള് വരുന്ന സമയത്തോ ഉള്ള സമയത്തൊക്കെ ആയിരിക്കും മിക്കവാറും. അക്യുമുലേഷൻ സ്റ്റേജിലാണ് വലിയ ബുദ്ധിമുട്ട്. അപ്പ് ട്രെൻഡ് ആണെങ്കിലും ഓക്കെ, അക്യുമുലേഷൻ സ്റ്റേജ് ആകുമ്പോൾ മാർക്കറ്റ് ഒന്ന് പോവും, താഴെ വരും, മോള് താഴെ. അപ്പോൾ ആ സമയത്തൊക്കെ സ്കാൽപ്പിംഗ് പോലുള്ള ട്രേഡ് ആയിരിക്കും. അത് നമുക്ക് അറിയില്ല. അതിന് ആളുകൾ പറയാം, മാർക്കറ്റ് കഴിഞ്ഞാൽ പറയും ഇന്ന് മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് മാർക്കറ്റ് ഉള്ള സമയത്ത് ഒരിക്കലും ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം എങ്ങോട്ടാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. നമുക്ക് എക്സാക്ട്ലി എന്താണ് ഇന്ന് ചെയ്യേണ്ടത്, ഏതാണ് സിസ്റ്റം എന്ന് അറിയില്ലല്ലോ. ഇന്ന് എന്താണ് വരുന്നത് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാർക്കറ്റ് കഴിയുമ്പോൾ പല ആളുകളും പറയും എന്താണ് ഇന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു, അപ്പ് ട്രെൻഡ് ആയിരുന്നു, പുട്ട് ഓപ്ഷൻ എടുത്തുകൂടെ, ഡൗൺ ട്രെൻഡ്, പല ഐഡിയകളും ആളുകൾക്ക് ഉണ്ടാവും. ഏതായാലും നോക്കാം. മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. ഇത് വാച്ച് ചെയ്യാം. 51,160 ഒക്കെ താഴെയാണ്. ആ താഴേക്ക് വരികയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:17 നമ്മൾ ആ ടാർജറ്റ് ഏരിയ എത്തി. ബാങ്ക് നിഫ്റ്റിയിലും പുതിയൊരു ലിക്വിഡിറ്റി ഏരിയൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ 840 എൻട്രി നോക്കിയിരുന്നു. അപ്പോൾ 850 കഴിഞ്ഞു അല്ലേ. പക്ഷെ ഞാൻ ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് താഴേക്കായിരിക്കും ഇനി ഓപ്പർച്യൂണിറ്റി. ഇന്ന് എല്ലാ ഓപ്പർച്യൂണിറ്റിയും കാണുന്നുണ്ട്, പക്ഷെ ഒറ്റൊന്നും കിട്ടുന്നില്ല. എൻട്രി തെറ്റൊന്നും കിട്ടുന്നില്ല. നമ്മൾ ആ രാവിലെ എടുത്ത ട്രേഡ് തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ട്രേഡ് ഇതുവരെ ചെയ്തിട്ടില്ല. ബാങ്കിലായാലും നിഫ്റ്റിയിലായാലും ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ പോലെയുള്ള ഞാൻ തോന്നാം. ഒരു ഡേ ഹൈൻ്റെ തൊട്ടടുത്ത് നിന്ന് അങ്ങോട്ട് വരാം ഒരു എന്താ പറയുക മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകണവരെയും ഡൗൺ സൈഡിലേക്ക് പോകണവരെയും മാർക്കറ്റ് എടുത്ത് കളഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് മുകളിലേക്ക് പോകുമ്പോൾ അപ്പ് സൈഡും താഴേക്ക് വരുമ്പോൾ ഡൗൺ സൈഡും ട്രേഡ് എടുക്കുന്നവരൊക്കെ എന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും നോക്കാം. ചാൻസ് വരികയാണ്, ഇനി ഒരു ചാൻസ് വരികയാണ് പറയാം. നമ്മൾ പിന്നീട് ട്രേഡൊന്നും എടുത്തിട്ടില്ല. നമുക്കൊരു അവസരം കൂടി നോക്കാം, ഏതെങ്കിലും ഒരു ട്രേഡ് നോക്കാം. സമയം 1:29 നമുക്ക് താഴേക്കൊരു ബാങ്ക് നിഫ്റ്റി ഒരു പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യാം. കാരണം ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രേഡ് നോക്കാം, നമുക്ക് താഴേക്ക് നോക്കാം. അതുപോലെ നമ്മൾ 11:10 15 ട്രേഡ് എടുത്ത് ഇപ്പോൾ 2 മണിക്കൂറിലധികം ഇതുവരെ ഒരു എൻട്രി കിട്ടിയിട്ടില്ല. എൻട്രി ഒക്കെ കാണുന്നില്ല. ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാൻ പോവുക, നമുക്ക് എൻട്രി തരുന്നില്ല. ആ ഒരു അവസ്ഥയാണുള്ളത് ഇപ്പോൾ. ഇനിയിപ്പോൾ അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ലിക്വിഡിറ്റി ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നിഫ്റ്റിയും രണ്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏതായാലും ബാങ്ക് നോക്കാം നമുക്ക്. 638 എത്ര ഇപ്പോൾ പ്രീമിയം ഉള്ളത്? 630 40. ഇതെന്താ സ്റ്റക്ക് പോലെ ഉണ്ടല്ലോ സിസ്റ്റം, ഭയങ്കര സ്ലോ. 1:30
നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഒരു പുട്ട് ഓപ്ഷന് സമയമായിട്ടുണ്ട്. എഗെയിൻ ഫ്യൂച്ചർ ചാർട്ട് 51,500 ഓക്കെ, എൻട്രി എടുക്കാം. നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് 638, 65. ഓക്കെ, അയ്യോ 642 ഉള്ളത്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ എൻട്രി എടുക്കാം. 638. ഓക്കെ, അതിപ്പോൾ 636 വരെ പോയോ. നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ എൻട്രി എടുത്ത് 641 നമുക്ക് എൻട്രി കിട്ടിയത്. നമ്മൾ കൊടുത്ത 638 താഴെ വരെ വന്നിട്ടുണ്ടായിരുന്നു, 636 വരെ പോയില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, 2 പോയിൻ്റ് അധികം അത്രേ ഉള്ളൂ. അതെല്ലാം ചെറിയൊരു പ്രോഫിറ്റിലാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയതാണ്. താഴെ ലിക്വിഡിറ്റി ഒരുപാട് താഴെയാണ്. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയൊരു പേടിയുണ്ട് ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടിട്ട്. ഒരു ഡേ ഹൈൻ്റെ ഏരിയയിൽ നിന്ന് എത്രാമത്തെ പ്രാവശ്യം അപ്പോൾ റിജക്ഷൻ. ഒരു പ്രാവശ്യം റിജക്റ്റ് ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം റിജക്റ്റ് ചെയ്തു, ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. നോർമലി ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ആ ഒരു സീനുമാണ്. സീനല്ല, ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക മീൻസ് ആളുകളൊക്കെ ഷോർട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ. അവിടുന്ന് പുട്ട് ഓപ്ഷൻ എടുക്കുന്ന ആളുകൾ എങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് ചിലപ്പോൾ ബ്രേക്ക് ഔട്ടിനും ചാൻസ് ഉണ്ട്. അതാണൊരു പ്രശ്നം. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഒരു ചെറിയൊരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ഉണ്ട് താഴെ. ഇനിയിപ്പോൾ അത് ടാപ്പ് അതിന് മുമ്പ് തന്നെ മുകളിലേക്ക് പോയി SL അടിക്കും കേട്ടോ. മിക്കവാറും ഈ ട്രേഡ് SL അടിച്ചാലും ടാർഗറ്റ് അടിച്ചാലും നമ്മളിന്ന് സ്റ്റോപ്പ് ചെയ്യും. നമ്മളെ മൂന്നാമത്തെ ട്രേഡാണെന്ന്. സമയം 1:30 ആയിട്ടുള്ളൂ. SL അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ 9,600. നേരത്തെ ട്രേഡിന് നമുക്ക് ടാർഗറ്റ് ഒന്നും വന്നിട്ടില്ല, ആകെ 20 പോയിൻറ്റ്സ് തന്നിട്ടുള്ളൂ. ഇന്ന് ടാർഗറ്റ് അടിച്ചില്ല. നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 മിനിറ്റ്സ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, നമുക്ക് 2 ഓപ്ഷൻ ചെയ്യാം. ഒന്നെങ്കിലും അവിടെ ഇറങ്ങാം, 3,000 സംതിങ് പ്രോഫിറ്റ് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി. പക്ഷേ പോയിൻറ്റ്സ് ഒന്നും അധികം കിട്ടിയിട്ടില്ല, ഒരു 20 പോയിൻറ്റ്സ് റേഞ്ചിലുള്ളൂ. നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം ഓൾറെഡി നമ്മുടെ ഒരു അപ്സൈഡിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ഐഡിയസ് ടാപ്പ് ചെയ്തുകൊണ്ടല്ല മെയിനായിട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അതായത് ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർ നോക്കുക. നിഫ്റ്റി ആയാലും ബാങ്ക് ആയാലും. നിഫ്റ്റി ഇതേ ഡേ ഹൈ എടുത്തിട്ടില്ല, ഡേ ഹൈൻ്റെ തൊട്ടടുത്ത് 4 പ്രാവശ്യം പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ ബാങ്കിലും അതേപോലെ തന്നെ. രണ്ടിലും ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് പോകാനും ഒരു ചാൻസ് ഉണ്ട് മാർക്കറ്റിന്. അപ്പോൾ നമുക്ക് അധികം റിസ്ക് എടുക്കണ്ട. നമുക്ക് ഓൾറെഡി ഇപ്പോൾ 20 പോയിൻറ്റ്സ് പ്രോഫിറ്റ് ഉണ്ട്. ഇനി മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരികയാണെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ അതല്ല, മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോകാനാണ് പരിപാടിയെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞേതാ നിഫ്റ്റിയിൽ നോക്കൂ. നിഫ്റ്റിയിൽ ഇപ്പോൾ എത്ര പ്രാവശ്യം 23,300 രാവിലെ തുടങ്ങിയ റിജക്ഷന് 1, 2, 3, 4, 5, 6 പ്രാവശ്യമായി പോകുന്ന റിജക്റ്റ് ചെയ്യണേ ഉണ്ടോ. ഇവിടെ ബാങ്കിലാണെങ്കിൽ 1, 2, 3, 4, 5 അഞ്ചാമത്തെ പ്രാവശ്യം ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താൽ നിൽക്കണം. അപ്പം ചാൻസ് ഉണ്ട്. അപ്പോൾ 3,500 ഒക്കെ ആയിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നേരെ താഴേക്ക് വന്നാൽ നമുക്ക് അടിപൊളി പ്രോഫിറ്റ് കിട്ടും. ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 1:7-8 റേഞ്ചിലൊക്കെ ഉണ്ടാകും. കാരണം ഓൾമോസ്റ്റ് 300 പോയിൻ്റ് ഉണ്ട് ബാങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട്. ഓക്കെ, 4,000 റേഞ്ചിലൊക്കെ വരുന്നുണ്ട് പ്രോഫിറ്റ്. നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഏതായാലും ലോസ് വരില്ല. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ട്രേഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും 9,600 ആ റേഞ്ചിൽ എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി മാക്സിമം ഈ ഒരു ട്രേഡ് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഇതിൽ സുഖമായിട്ടൊരു 20,000 ഒക്കെ വരാം. ടാർഗറ്റ് വരെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ 100 പോയിൻറ്റ്സ് ആണ് 15,000 പ്രോഫിറ്റ് ഉണ്ടാവും നമുക്ക്. ഏതായാലും നോക്കാം. ഓക്കെ 4,000 ഒക്കെ വരുന്നുണ്ട്, 4,300. ഏതായാലും ഞാനന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ SL അടിച്ചിട്ടുണ്ട്. സമയം 1:57 ആയിട്ടുള്ളൂ. SL അല്ല, ട്രെയിലിംഗ് SL. സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് 5,000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലത്തെ ട്രേഡിലും 5,000 കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എല്ലാ ട്രേഡും അത്യാവശ്യം പോയിട്ടുണ്ട് ട്രേഡ് എടുത്തതിന് ശേഷം. നമ്മുടെ 3 ട്രേഡും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഏതായാലും ട്രേഡ് ചെയ്യില്ല. സമയം 2 മണിയായിട്ടുണ്ട്. മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ഡേ ഹൈൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുകയാണ്. ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിലും 23,300 ആ റേഞ്ചിൽ നിന്ന് ഒരുപാട് സമയം റിജക്റ്റ് ചെയ്യണം. അപ്പോൾ മാർക്കറ്റ് പോസിബിലിറ്റി ഉണ്ട് മുകളിൽ പോകാനും. ഇന്നത്തെ ടോട്ടൽ ഓർഡേഴ്സ് കാണാം. 3 ട്രേഡാണ്. ലാസ്റ്റ് ട്രേഡ് 1:30 എടുത്ത് 2 മണിക്ക്, അരമണിക്കൂർ. അതിന് മുമ്പത്തെ ട്രേഡ് 11:15 എടുത്തത്. ഓവറോൾ നമ്മൾ 3 ട്രേഡിൽ ഒറ്റ ടാർഗറ്റ് അടിച്ചിട്ടില്ല. പക്ഷേ ഒരു മാർക്കറ്റ് 9,000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്.
ഇനി ഏതായാലും ട്രേഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നാളെ കാണാൻ സമയം 2 മണിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. നാളത്തെ അവസരങ്ങൾ നോക്കാം നമുക്ക്. താങ്ക് യു, ബൈ.